എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ? എങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി പലപ്പോഴും പ്രസന്റേഷൻ കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രസന്റേഷൻസ് കൊടുക്കേണ്ടി വരും, അല്ലേ? ഇനി നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പറ്റി പ്രസന്റേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷെ പ്രശ്നം ഇതാണ്, ഇംഗ്ലീഷിലാണ് ഇത് പറയേണ്ടതെങ്കിൽ എവിടെ തുടങ്ങും, എങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഒരാദിയാണല്ലേ? വിഷമിക്കണ്ട, പരിഹാരമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഒരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന യൂസ്ഫുൾ ഫ്രേസസും സെന്റൻസുകളുമാണ്. അതോടൊപ്പം പ്രസന്റേഷൻ എങ്ങനെ തുടങ്ങണം, ഓരോ പോയിന്റിനെ എങ്ങനെ അന്യോന്യം കണക്ട് ചെയ്യണം, അതുപോലെ പ്രസന്റേഷൻ എങ്ങനെ അവസാനിപ്പിക്കണം, ഇതൊക്കെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇത് അവസാനം വരെ കാണണം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുകയും വേണം കേട്ടോ. ഒരു പ്രസന്റേഷൻ ആവുമ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മളെയും നമ്മുടെ ടോപ്പിക്കിനെയും പരിചയപ്പെടുത്തണം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് ഈവനിങ്ങോ ഒക്കെ പറഞ്ഞ് നമുക്കതങ്ങ് തുടങ്ങണം. അപ്പൊ നമുക്ക് പറയാം, ഗുഡ് മോർണിംഗ് എവ്രിബഡി ആൻഡ് വെൽക്കം ടു മൈ പ്രസന്റേഷൻ. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയണം. ആൻഡ് ഐ എം ഇവിടെ നമ്മൾ നമ്മുടെ ജോബ് ടൈറ്റിൽ പറയണം. അറ്റ് കമ്പനി നെയിം ദാ ഇങ്ങനെ, മൈ നെയിം ഇസ് സുശീൽ ആൻഡ് ഐ എം എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അറ്റ് ഡോൺ ബ്രാൻഡ് കമ്പനി. എന്നിട്ട് നമ്മുടെ പ്രസന്റേഷന്റെ ടോപ്പിക്ക് പറയാം. ദാ ഇങ്ങനെ, ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് എക്സിഗോ, അവർ ന്യൂ പ്രൊഡക്റ്റ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സിഗോയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മളെയും പരിചയപ്പെടുത്തി നമ്മുടെ ടോപ്പിക്കും പരിചയപ്പെടുത്തി. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാൻ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്നാൽ ഒരു പക്ഷേ നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള കൊളീഗ്സിന് മുമ്പിലാണ് നമ്മുടെ പ്രസന്റേഷൻ എങ്കിലോ, പ്രത്യേകിച്ചും അവരിൽ ചിലരെ നമുക്ക് പരിചയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോർമൽ ആയിട്ട് പറയാൻ പറ്റും, നിങ്ങൾ ആർക്കെങ്കിലും എന്നെ അറിയില്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. For those who don't know me, my name is Susan and I work in the HR department. The topic of my presentation is our new HR policy. ഇനി ഇത് കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിട്ട് ഇങ്ങനെയും പറയാം. Hello, I see some new faces, so I'll introduce myself first. I am Susan and I am from our HR department. കുറച്ച് പുതിയ മുഖങ്ങളെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് തുടങ്ങി. അപ്പൊ നമ്മളെയും പരിചയപ്പെടുത്തി, നമ്മുടെ ടോപ്പിക്കും പരിചയപ്പെടുത്തി. 3 രീതി കണ്ടല്ലോ. ഏതാണോ അനുയോജ്യം അതനുസരിച്ച് നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് തയ്യാറാക്കാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ പ്രസന്റേഷനിൽ പറയാൻ പോകുന്നത്, അതായത് ഒരു ഓവർവ്യൂ നമുക്ക് കൊടുക്കണം. ഉദാഹരണത്തിന് ഞാൻ 3 പ്രധാനപ്പെട്ട പോയിന്റ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് പറയാം, ഐ എം ഗോയിങ് ടു ഫോക്കസ് ഓൺ 3 മെയിൻ പോയിന്റ്സ്. അതല്ലെങ്കിൽ പറയാം, ഐ ഹാവ് ഡിവൈഡഡ് മൈ പ്രസന്റേഷൻ ഇൻടു 3 മെയിൻ പാർട്സ്. എന്നിട്ട് വിശദീകരിക്കാം, ആദ്യം ഇന്നത്, പിന്നെ ഇത്, അവസാനം ഇന്നത് എന്നൊക്കെ. ഇങ്ങനെ ഐ വിൽ ബിഗിൻ ബൈ, എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് പറയാം, ആൻഡ് ദെൻ ഐ വിൽ സെക്കൻഡ് പോയിന്റ്, ഫൈനലി ഐ വിൽ, ഇവിടെ നമുക്ക് തേർഡ് പോയിന്റ് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ടോക്ക് അബൌട്ട്, സെക്കൻഡ് വി വിൽ ലുക്ക് അറ്റ്, ആൻഡ് ഫൈനലി ഐ വിൽ എക്സ്പ്ലെയിൻ. മനസ്സിലായല്ലോ? അപ്പൊ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കുമ്പം മിക്കവാറും പ്രസന്റേഷന്റെ എൻഡിൽ ശ്രോതാക്കൾ നമ്മളോട് ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കണം. അപ്പം ആ കാര്യം നമുക്ക് ആദ്യം തന്നെ അവരോട് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓവർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഞാൻ എന്റെ പ്രസന്റേഷന്റെ അവസാനം തരുന്നതാണ് എന്ന്. അപ്പൊ എങ്ങനെ പറയാം? There will be plenty of time for questions at the end of my presentation. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മളെയും നമ്മുടെ ടോപ്പിക്കിനെയും പരിചയപ്പെടുത്തി, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നും കണ്ടു. ഇനി നമ്മൾ ആക്ച്വൽ പ്രസന്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്കറിയാമല്ലോ സൈൻ പോസ്റ്റ്. നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലാക്കാനും ഇനി ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കാനുമായിട്ട് സൈൻ ബോർഡ്സ് പലയിടത്തായിട്ട് കാണാറില്ലേ റോഡ് സൈഡിൽ.
അതുപോലെ നമ്മുടെ പ്രസന്റേഷനിലും നമ്മൾ ഓരോ പോയിന്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറുമ്പോഴും അതുപോലെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട്. ഇവയാണ് സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു പുതിയ പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അതായത് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പോയിന്റ്. ഇതിനായിട്ടുള്ള സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് ആയിട്ട് ഇവയൊക്കെ ഉപയോഗിക്കാം. ദാ ഇങ്ങനെ നമുക്കിങ്ങനെ പറയാമല്ലോ, ഞാൻ ഇങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ, എന്നിട്ട് നമ്മുടെ ആ ഫസ്റ്റ് പോയിന്റ് പറയാം. എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ ഷെയറിങ് എ ഗ്രാഫ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗ്രാഫോ നമ്മുടെ കയ്യിലുള്ള സ്ഥിതിവിവര കണക്കുകളോ ഒക്കെ അവരെ നമുക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രസന്റേഷൻ തുടങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം, നമുക്കൊരു കഥയിൽ നിന്നും തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി. ഇനി ഇങ്ങനെയും വേണമെങ്കിൽ പറയാൻ പറ്റും, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാം, ഹാവ് യു എവർ ഫെൽറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ അഭിമുഖീകരിക്കുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് അവരുടെ മുമ്പിലോട്ട് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ 3 രീതികൾ കണ്ടല്ലോ. ഒന്നുകിൽ ഏതെങ്കിലും ഗ്രാഫോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒക്കെ കാണിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരുടെ ഒരു പ്രോബ്ലം നമ്മൾക്ക് അവരുടെ മുമ്പിലോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതിലൂടെ ശരിക്കും നമ്മുടെ ഓഡിയൻസിന്റെ ശ്രദ്ധ നമ്മൾ ആകർഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റ് വിവരിക്കാം. അപ്പോൾ ആ പോയിന്റിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണമെന്നിരിക്കട്ടെ. ടു ആഡ് ഡീറ്റെയിൽസ്, ഈ സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്ന് പറയാം. ലെറ്റ് മീ എക്സ്പാൻഡ് ഓൺ ദിസ് പോയിന്റ്. അല്ലെങ്കിൽ പറയാം, ഐ വുഡ് ലൈക്ക് ടു എലാബറേറ്റ് ഓൺ ദിസ് പോയിന്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അപ്പം പോയിന്റ്സിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടല്ലോ. ഇനി ഒരുപക്ഷെ നമ്മൾ ഒരു ചാർട്ടോ ഗ്രാഫോ ഒക്കെയാണ് കാണിച്ചിട്ട് പറയുന്നതെങ്കിൽ ഇങ്ങനെയും പറയാം, നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആസ് യു ക്യാൻ സീ ഓൺ ദിസ് ചാർട്ട്. പിന്നെ നമ്മുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ചാർട്ട് ഒന്ന് നോക്കിക്കേ, ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ചാർട്ട്. ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദാ ഈ ഗ്രാഫിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇന്നിന്ന കാര്യം. ദിസ് ഗ്രാഫ് ക്ലിയർലി ഷോസ്. പിന്നെ എന്ത് കാര്യമാണോ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വാക്കിലൂടെയോ ഗ്രാഫിലൂടെയോ ചാർട്ടിലൂടെയോ ഒക്കെ നമ്മൾ നമ്മുടെ പോയിന്റ്സ് വ്യക്തമാക്കാനായിട്ട് പഠിച്ചു. ഇനി ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് മാറുമ്പോൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. എന്റെ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ദാറ്റ് കവേഴ്സ് മൈ ഫസ്റ്റ് പോയിന്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ നെക്സ്റ്റ് പോയിന്റ് വിച്ച് ഈസ്, എന്നിട്ട് ആ നെക്സ്റ്റ് പോയിന്റ് പറയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ ഓഡിയൻസിന് മനസ്സിലാവും നമ്മുടെ പ്രസന്റേഷൻ എവിടം വരെ എത്തിയെന്ന്. അങ്ങനെ നമ്മുടെ മുഴുവൻ പോയിന്റ്സുകളും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ അറിയിക്കണ്ടേ നമ്മുടെ പ്രസന്റേഷൻ ദാ അവസാനിക്കാൻ പോവുകയാണെന്ന്. അപ്പൊ പറയാം, നമ്മൾ നമ്മുടെ പ്രസന്റേഷന്റെ എൻഡിലെത്തി, നമ്മൾ ഇന്ന് ഇന്ന കാര്യങ്ങൾ കണ്ടു എന്ന്. ദാ ഇങ്ങനെ. That brings me to the end of my presentation. We looked at 3 main points. First, I spoke about, then we looked at, and finally I explained. ഇങ്ങനെ പറഞ്ഞ് നമുക്കത് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് കൺക്ലൂഷൻ. ഇവിടെ നമുക്ക് അവരോട് പറയാം അവരെന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ പറയാം, അവസാനമായിട്ട് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ടു കൺക്ലൂഡ് ഐ വുഡ് ലൈക്ക് ടു സേ, എന്നിട്ട് അവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയാം, അവരെന്ത് ആക്ഷൻ എടുക്കണമെന്ന്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു താങ്ക്സ് പറയാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ലിസണിങ്. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ ഇവിടെ തീർന്നു. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സമയം കൊടുക്കാമെന്ന്. അപ്പോൾ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്യാമെന്ന്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഐ വുഡ് ബി ഹാപ്പി ടു ആൻസർ ദം നൗ എന്ന് പറഞ്ഞ് അവരുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടി സമയം കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടു ഒരു പ്രസന്റേഷൻ എങ്ങനെ തുടങ്ങാം, തുടരാം, അവസാനിപ്പിക്കാം എന്ന്. ഇതിന് ഉപകരിക്കുന്ന കുറേ സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് നമ്മൾ കണ്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ.
ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് ഏതാണ്? അതൊന്ന് കമന്റിൽ ഇടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you again and please stay safe.